നിങ്ങളിപ്പോ LDF-ന്റെ കൂടെ LDF പെട്ടെന്ന് ഉറപ്പിച്ചങ്ങ് ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? LDF ജയിക്കുന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളെടുത്തുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യും ജനങ്ങള്. അപ്പോൾ LDF ജയിക്കുന്നുള്ളതാണ് നമ്മുടെ ഇത്. വികസനത്തെ കുറിച്ച് പറയുമ്പോഴും നിലമ്പൂരിൽ നടക്കാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും ആൾക്കാർ പറയുന്നുണ്ടല്ലോ. നിലമ്പൂർ എവിടെ നടക്കാത്ത കാര്യങ്ങളിൽ നിലമ്പൂർ നടന്ന കാര്യങ്ങളുണ്ടല്ലോ, പക്ഷെ അതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ലല്ലോ. അത് ആരും കാണാതെ പോവുകയാണ്. വീടുകൾ കയറ്റി കൊടുത്തില്ലേ, അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരും കാണാത്തമാര് നടിക്കുകയാണ്. എല്ലാ ചാനലുകളും അതായത് മാധ്യമ പ്രവർത്തകരാണെങ്കിലും അത് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അൻവർ വന്നു പറഞ്ഞു. ഈ അൻവർ വന്നതിന് എന്താണ് ഇപ്പൊ ഉള്ളത്? അൻവർ ജയിക്കാൻ പോണ എന്താണ് സംഗതി ഉള്ളത്? അൻവർ എന്തേലും ഒരു കാര്യം ഇപ്പൊ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരാതി ഇങ്ങനെ പറയാന്നല്ല, എന്താണ് അതിൽ തെളിവുള്ളത്? അത് തെളിയിച്ച് മുന്നോട്ട് പോകണ്ടേ? ഇവിടെ അൻവർ പിന്നെ നിങ്ങൾ ഇവിടെ നിലമ്പൂരിൽ നടന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ PV അൻവർ MLA എന്ന നിലയ്ക്ക് ഒരു പങ്കുണ്ടായിരുന്നു. PV അൻവർ MLA എന്നുള്ള ഇത് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ LDF-ന്റെ കീഴിൽ പ്രവർത്തിച്ചു പോയി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് അത് തള്ളിപ്പറഞ്ഞുകാണ്ട് പുറത്തു പോവാണ്ടായത്. എന്നാ അതിനുള്ള കാരണങ്ങൾ ബോധിപ്പിച്ച് അതിനെ തെളിയിച്ചിട്ട് മുന്നോട്ട് വരണ്ടേ? ഒരു തെളിവില്ലല്ലോ ഇപ്പോഴും. അതിങ്ങനെ പരാതി പറയാന്നല്ലാതെ എന്താണ് തെളിവുള്ളത്? അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ സ്വാധീനം ഉണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു സ്വാധീനമൊന്നുമില്ല. ഒരു സ്വാധീനം വന്ന ജനങ്ങളല്ലാതെ എന്താണ് അൻവറിനുള്ളത്? പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നു, വയനാടും അവിടുന്ന് ഇവിടുന്ന് വന്ന ജനങ്ങളല്ലാതെ എന്താണ്? പൈസ കൊടുത്ത് ഇറക്കിയ ആളുകൾ എന്നല്ലാതെ എന്താണ് അൻവറിനുള്ളത്? അങ്ങനെ തന്നെയാണ്, ഒരു സംശയമല്ല. അത് തന്നെയാണ്. ഓക്കെ. അപ്പൊ അൻവറിന്റെ നാട്ടിലെ വോട്ടർമാരാണ്. അല്ല, ഇപ്പൊ എന്താ ഇവിടെ ചെറുപ്പക്കാരൊക്കെ എന്തായാലും M സ്വരാജിനാണ് വോട്ട് ചെയ്യുള്ളൂ. അൻവർ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഏറനാട് മണ്ഡലമാണ്. ഏറനാട് മണ്ഡലമാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് ഈ നാടിന് ഇപ്പൊ എന്താ ഞങ്ങള് ഫുട്ബോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ, കാരണം ഭൂരിഭാഗം ജില്ലാ ടീമും അതുപോലെ തന്നെ ഫുട്ബോളായിട്ട് ഇപ്പോൾ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സുകൾ കടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ, കാരണം ഈ 9 വർഷത്തിന്റെ ഇടയിൽ ഇപ്പം എന്താ മയ്യന്താണി സ്റ്റേഡിയം, പിന്നെ മാനവേദന്റെ സ്റ്റേഡിയം, പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ആസാദ് സ്റ്റേഡിയം ഒക്കെ എന്താ ഈ 9 വർഷത്തിനിടയിൽ നല്ല പുരോഗമിച്ചത്. അത് എന്താ PV അൻവർ MLA ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് പുരോഗമിച്ചത്. പക്ഷേ PV അൻവർ എന്താ നമ്മുടെ എന്താ LDF-ന്റെ എന്താ മുഖ്യമന്ത്രി വന്ന ചടങ്ങിൽ സംസാരിച്ചതിന് മുഖ്യമന്ത്രി ഞാൻ എന്ത് ചോദിച്ചാലും അത് നിലമ്പൂരിനെ സമ്മാനിക്കുന്നു. അപ്പോൾ PV അൻവറിന് തന്നെ അറിയാം ഇടതു വശം നല്ലൊരു വികസനം കാഴ്ചവെച്ചാണ്. പിന്നെ എന്താ ഷൗക്കത്ത് സാറ് പിന്നെ ഇവിടെ നഗരസഭന്റെ ചെയർമാൻ ആയിക്കണേ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അടുത്ത ഒരു മന്ത്രി ആയിക്കണേ. ഒരു സംഗതിയും ഈ യുവാക്കൾക്കും വേണ്ടി എന്തും 35 വർഷം യുവാക്കൾക്ക് വേണ്ടി എന്തും ഇവിടെ നിലമ്പൂരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് വയ്ക്കണേ? ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ മുഴുവൻ ചെറുപ്പക്കാരും M സ്വരാജിന്റെ കൂടെ അണിനിരക്കും. സ്വരാജ് ജയിക്കും എന്നുള്ള കോൺഫിഡൻസ് സ്വരാജിന്റെ ക്യാമ്പ് അതിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ നേരത്തെ സംസാരിച്ച ആള് നമ്മുടെ PV അൻവറിന്റെ നാട്ടിൽ നിന്ന് വരിക, ഉദായിയിൽ നിന്ന് വരുന്നതാണ്.